കേരളത്തിലെ കോൺഗ്രസിൽ പിടിമുറുക്കി കെ.സി. വേണുഗോപാൽ. അധികാരം കിട്ടിയാൽ വി.ഡി. സതീശനാകില്ല മുഖ്യമന്ത്രിയെന്ന് പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട് നേതാക്കൾ. ചെന്നിത്തല മുഖ്യമന്ത്രിയാകണമെന്ന് തുറന്നടിച്ച് കെ. സുധാകരനും രംഗത്ത് വന്നിരുന്നു. തെരഞ്ഞെടുപ്പ് അംഗം മുറുകുമ്പോൾ കോൺഗ്രസിലെ നേതൃപോരും അയവില്ലാതെ തുടരുന്നു എന്നുള്ളതാണ്. രഞ്ജിത്ത് അമ്പാടിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്താ വിശദാംശങ്ങളുമായി ചേരുന്നത്. രഞ്ജിത്ത്, ഈ ഗ്രൂപ്പ് പോര് മുറുകുകയാണ്. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്ന സമയം മുതൽ തുടങ്ങിയ പോരാണ്. അത് ഇപ്പോഴും അയവില്ലാതെ തുടരുന്നു എന്നുള്ളത് മാത്രമല്ല, ഇനി എങ്ങാനും ഭരണം കിട്ടിപ്പോയാൽ അവിടെ ആരൊക്കെ വെട്ടണം, ആരൊക്കെ മന്ത്രിക്കസേരകളിൽ വരണം, മുഖ്യമന്ത്രിയാകണം എന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ ഇപ്പോഴേ പോരാണ് എന്നുള്ളതാണ്. അതായത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെക്കാൾ ഉപരി അവിടെ പോരിനാണ് സ്ഥാനം. തീർച്ചയായും അങ്ങനെ തന്നെ കരുതാൻ കാരണം തിരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ കോൺഗ്രസിനുള്ളിൽ ഉണ്ടായത് വലിയ പൊട്ടിത്തെറികളാണ്. ഇപ്പോൾ അതിനെ ഏറ്റവും അവസാനമായി കെ. സുധാകരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തല വരണമെന്നുള്ളതാണ്. ഇതിലൂടെ ഒരു കാര്യം വ്യക്തമാണ്, വി.ഡി. സതീശനെ പൂർണ്ണമായും വെട്ടിനിരത്താനുള്ള തീരുമാനമായിരിക്കുന്നു. വി.ഡി. സതീശനെതിരായിട്ടുള്ള ഗ്രൂപ്പുകൾ ഒന്നിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നമുക്കറിയാം, കെ. സുധാകരൻ നേരത്തെ മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ കെ. സുധാകരനെ മത്സരിപ്പിക്കുന്നതിൽ നിന്ന് ഏറ്റവും അധികം എതിർത്തത് വി.ഡി. സതീശനാണ്. അതേസമയം വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകരുത്, രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണമെന്ന് കെ. സുധാകരൻ പറയുന്നത് രമേശ് ചെന്നിത്തലയോടുള്ള സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയായി കാണാൻ വേണ്ടിയോ അല്ല, മറിച്ച് വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും തമ്മിലുള്ള പോര് ഒന്നുകൂടി മുറുകണം. ഈ ഘട്ടത്തിൽ അഥവാ ഭരണം കിട്ടുകയാണെങ്കിൽ, അഥവാ UDF-ന് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള വലിയ തർക്കം നടക്കും, വലിയ അടി നടക്കും. ഈ ഘട്ടത്തിൽ സമവായ സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ സമവായ വ്യക്തിയായി കെ.സി. വേണുഗോപാൽ രംഗപ്രവേശനം ചെയ്യും. അതിനുവേണ്ടിയുള്ള എല്ലാ മുന്നൊരുക്കങ്ങളുമാണ് ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള എല്ലാ തന്ത്രങ്ങളുമാണ് ഇപ്പോൾ മെനഞ്ഞിരിക്കുന്നത്. കേവലം യാദൃച്ഛികമായിട്ടല്ല കഴിഞ്ഞ ദിവസം കെ. സുധാകരൻ രമേശ് ചെന്നിത്തലയുടെ പേര് പറഞ്ഞത്. അത് ബോധപൂർവം തന്നെയാണ്, പ്രീ പ്ലാൻഡ് ആണ്. എങ്ങനെയെങ്കിലും വി.ഡി. സതീശനെ തുടക്കം മുതൽ തന്നെ മുഖ്യമന്ത്രി കസേരയിലേക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് വെട്ടിനിരത്തുക. അതിനുശേഷം രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനും തമ്മിൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി തമ്മിലടി നടക്കുക. ഈ ഘട്ടത്തിൽ ഒരു മൂന്നാമത്തെ ഒരു ചോയ്സായി കെ.സി. വേണുഗോപാലിനെ കേന്ദ്ര നേതൃത്വം കെട്ടിയിറക്കും കേരളത്തിലേക്ക്. അതിനുവേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും കെ.സി. വേണുഗോപാൽ പൂർത്തിയാക്കിയിരിക്കുന്നു. നമുക്കറിയാം, ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രചരണത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് കെ.സി. വേണുഗോപാലാണ്. കാരണം പറവൂരിൽ വി.ഡി. സതീശൻ വലിയ വെല്ലുവിളി നേരിടുന്നു. അതുകൊണ്ട് തന്നെ ആ മണ്ഡലത്തിൽ കേന്ദ്രീകരിക്കുകയാണ് വി.ഡി. സതീശൻ. സണ്ണി ജോസഫ് ആവട്ടെ പേരാവൂരിൽ വലിയ വെല്ലുവിളി നേരിടുന്നു. അവിടെയും കൃത്യമായി തന്നെ സണ്ണി ജോസഫ് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള മണ്ഡലങ്ങളിൽ പ്രചരണത്തിന് എത്താൻ കഴിയുന്ന ഒരു നേതാവ് ഇപ്പോൾ കെ.സി. വേണുഗോപാൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ പ്രചരണ രംഗത്ത് പൂർണ്ണമായും കെ.സി. വേണുഗോപാൽ പിടിമുറുക്കിയിരിക്കുന്നു. നേരത്തെ നമുക്കറിയാം, സ്ഥാനാർത്ഥി നിർണയം, കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയം വളരെയധികം വൈകിയാണ് പൂർത്തിയായത്. ആ ഘട്ടത്തിലൊക്കെ തന്നെ രമേശ് ചെന്നിത്തലയുടെ ഒപ്പമുള്ള 7 പ്രധാനപ്പെട്ട നേതാക്കളെ നമുക്കറിയാം, ബാബു പ്രസാദ്, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പല നേതാക്കളെയും വെട്ടിനിരത്തിയാണ് കെ.സി. വിഭാഗം മേധാവിത്വം സ്ഥാപിച്ചത്. എ ഗ്രൂപ്പിനെ പിളർത്തുകയും ചെയ്തു. ഷാഫി പറമ്പലിനെയും PC വിഷ്ണുനാഥിനെയും കൂടെ നിർത്തിക്കൊണ്ട് എ ഗ്രൂപ്പിലെ ഒരു വിഭാഗം ആളുകൾക്ക് സ്ഥാനാർത്ഥിത്വം കൊടുത്തുകൊണ്ട് ബാക്കി മുഴുവൻ സീറ്റുകളിലും തൻ്റെ വിശ്വസ്തരെയോ തൻ്റെ ഒപ്പം നിൽക്കുന്ന ആളുകളെയോ സ്ഥാനാർത്ഥിയാക്കുകയാണ് കെ.സി. വേണുഗോപാൽ ചെയ്തത്. അങ്ങനെ കേരളത്തിൽ കോൺഗ്രസിൽ ജയിച്ചു വരുന്ന MLA-മാർ ഉണ്ടെങ്കിൽ, അതായത് പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ കോൺഗ്രസ് MLA-മാർ ജയിച്ചു വരികയാണെങ്കിൽ പിന്നീട് അവർ തൻ്റെ ഒപ്പം തന്നെ നിൽക്കണമെന്നുള്ള ഒരു കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണ് കെ.സി. വേണുഗോപാൽ ഈ നീക്കങ്ങളൊക്കെ തന്നെ നടത്തിയിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമായി തന്നെ പറയാം, തെരഞ്ഞെടുപ്പായിട്ടില്ല, ഭരണം കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ജയിച്ചിട്ടില്ല, എന്നിട്ട് പോലും ഇപ്പോഴേ മുഖ്യമന്ത്രി കസേരയെ ചൊല്ലിയുള്ള തർക്കങ്ങൾ കോൺഗ്രസിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിന് ഏറ്റവും അധികം വിവാദമാക്കിയത് കഴിഞ്ഞ ദിവസത്തെ കെ. സുധാകരൻ്റെ പ്രസ്താവനയാണ്. വി.ഡി. സതീശനെ പരിപൂർണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കുകയാണ് കഴിഞ്ഞ ദിവസം കെ. സുധാകരൻ ചെയ്തത്. ശരി രഞ്ജിത്ത്.